हेलो ചാപ്റ്റർ 9 മിഠായിയോं का സമ്മേളൻ. മിഠായിയോ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്, സമ്മേളൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. അപ്പോൾ മിഠായിയോं का സമ്മേളൻ സ്വീറ്റ്സിന്റെ ഒരു മീറ്റിംഗ് ആണ്. മീറ്റിംഗ് കൂടി സ്വീറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് ഈ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കാം. छगनलाल हलवाई दुकान बंद करके अपने घर चले गए. ഹൽവായി ദുക്കാൻ, സ്വീറ്റ് ഷോപ്പിനാണ് ഹൽവായി ദുക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ ഛഗൻലാൽ ഹൽവായി ദുക്കാൻ ബന്ദ് കർക്കെ അപ്നെ ഘർ ചലേ ഗയേ. സ്വീറ്റ് ഷോപ്പ് അടച്ച് അവിടുത്തെ ഷോപ്പ് കീപ്പറായ ഛഗൻലാൽ വീട്ടിലേക്ക് പോയി. ഘർ ചലേ ഗയേ. अवसर मिलते ही बंद दुकान के भीतर मिठाइयों ने एक सम्मेलन का आयोजन किया. ഷോപ്പ് കീപ്പർ പോയി, ഇപ്പൊ അതിൻ്റെ ഉള്ളില് സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ. അവസരം കിട്ടിയപ്പോഴേ അവരെന്ത് ചെയ്തു? ദുക്കാൻ കെ ഭീതർ എക് സമ്മേളൻ കാ ആയോജൻ കിയ. ഒരു മീറ്റിംഗിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ലഡ്ഡു ദാദാക്കോ അധ്യക്ഷ ബനായാ ഗയാ. ഒരു മീറ്റിംഗ് ആകുന്ന സമയത്ത് അതിനൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ അതിനൊരു നേതാവ് വേണം അല്ലെ? അതിവിടെ ലഡ്ഡു ദാദ ആണ്. ലഡ്ഡു എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ ലഡ്ഡു ദാദ എന്നാണ് ലഡുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ലഡ്ഡു ദാദയാണ് ഈ മീറ്റിംഗിന്റെ പ്രസിഡന്റ്. ശ്രോതാओं में इमरती जी पेड़ा, बर्फी बहन, रसगुल्ला, जलेबी बहन, रबड़ी जी, गुलाब जामुन, मैसूर पाक, रसमलाई, सोन पपड़ी, बालूशाही, कलाकंद बाई, गुजिया, काजू कतली और शक्करपारा आदि बैठे. അതിന് മെയിൻ ആയിട്ടുള്ള പ്രസിഡന്റ് ലഡ്ഡുദാദയാണ്. ശ്രോതാവോ എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കിയുള്ളവർ, ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പലതരത്തിലുള്ള സ്വീറ്റ്സ് ആണല്ലേ. അവര് ബഹുമാനാർത്ഥം ഓരോ സ്വീറ്റ്സിനും ജി, പിന്നെ ബഹൻ, ബായി എന്നൊക്കെ ചേർത്ത് വിളിക്കുന്നുമുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ശ്രോതാവിലുള്ള ആ സ്വീറ്റ്സ് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇമ്രത്തി, പേട, ബർഫി, രസഗുല്ല, ജലേബി, റബഡി, ഗുലാബ് ജാമുൻ, മൈസൂർ പാക്ക്, രസ്മലായി, സോൻ പാപ്പടി, ബാലുഷാഹി, ലഡ്ഡു ദാദ, കലാകന്ദ്, ഗുജിയ, കാജു കത്ലി, ശക്കർപാര ആദി. ഓക്കെ, അപ്പൊ ചിത്രങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ ഇവരുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ്, കലാകന്ദ് ബായ്. आजकल डॉक्टरों द्वारा कुछ लोगों को हमारा सेवन करने से रोका जा रहा है. എന്താണ് ഇവരുടെ മെയിൻ വിഷയം? ആജ്കൽ ഡോക്ടറോ ദ്വാര, ഡോക്ടേഴ്സ് കുച്ച് ലോഗോങ്കോ, കുറച്ച് ആളുകൾക്ക്, ഹമാര സേവൻ, ആരാണ് ഇവിടെ ഹമാര എന്ന് പറയുന്നത്? സ്വീറ്റ്സ് ആണല്ലേ. അപ്പൊ ഡോക്ടർ കുറച്ച് ആളുകൾ എടുത്ത് സ്വീറ്റ്സ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റോക്കാ ജാ രഹാ ഹേ, സ്വീറ്റ്സ് കഴിക്കുന്നതിന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. सोन पापड़ी, क्या आप जानते हैं कि डॉक्टर लोग ऐसा क्यों कर रहे हैं? सोन पापड़ी ചോദിക്കുക, क्या आप जानते हैं, നിങ്ങൾക്കറിയാമോ, कि डॉक्टर लोग ऐसा क्यों कर रहे हैं, why they are doing this, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ജലേബി ബഹൻ, അപ്പൊ ജലേബി ബഹൻ പറയാണ്, ബർഫി ബഹൻ തുമി ബതാ ദേന. ബർഫി ബഹൻ, നിങ്ങൾ തന്നെ പറയൂ അതിന്റെ കാരണം. ബർഫി ബഹൻ, ആപ് ഇസ് തരഹ മേരാ മസാക് മത് ഉഡായേ. ബർഫിക്ക് ജിലേബി അതിനെ കളിയാക്കിയ പോലെയാണ് തോന്നിയത്. എന്നിട്ട് പറയാ, ആപ് ഇസ് തരഹ മേരാ മസാക് മത് ഉഡായേ, ഇതേപോലെ നിങ്ങൾ എന്നെ കളിയാക്കല്ലേ, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ. മൈസൂർ പാക്ക്, ബർഫി ബഹൻ ഓർ ജലേബി ബഹൻ, അപ്പൊ രണ്ടുപേരോടായിട്ട് മൈസൂർ പാക്ക് പറയാണ്, ആപ് ദോനോ യേ നാ ഭൂലേ, മീഠ അപ്നാ സ്വാദ് ഹേ, മീഠേ മീഠേ ബോൽ, ബസ് മിഠാസ് ഫൈലായേ, മൻ ദർവാസെ ഖോൽ. മൈസൂർ പാക്ക് പറയാ, നിങ്ങൾ രണ്ടാളും ഇത് മറന്നു പോകരുത്. മീഠ അപ്ന സ്വാദ് ഹേ, നമ്മൾ സ്വീറ്റ്സ് ആണ്, നമ്മളുടെ സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് സ്വീറ്റ് ആണ്. മീഠേ മീഠേ ബോൽ, അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ സംസാരവും. നിങ്ങൾ മധുരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവുള്ളൂ, അതായത് അടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ബസ് മിഠാസ് ഫൈലായേ, നിങ്ങൾ സ്വീറ്റ്നെസ് മാത്രം പരത്തൂ. മൻ ദർവാസെ ഖോൽ, എല്ലാവരുടെയും മനസ്സ് തുറക്കൂ, മനസ്സിന്റെ വാതിൽ തുറക്കൂ. രസഗുല്ല, ഇത് കേട്ടുകൊണ്ട് രസഗുല്ല പറയാണ്, ആപ് യേ നഹീ ജാൻതേ കി ഹമാരി അതി മിഠാസ് ഹമാരി ഉപേക്ഷ കാ കാരൺ ഹേ.
അതിമിട്ടാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്വീറ്റ് ആയതുകൊണ്ടാണ് നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കുന്നത്. ഹമാരി ഉപേക്ഷ കാ കാരൺ എന്താണ്? അതിമിട്ടാസ്. ഗുലാബ് ജാമുൻ. അപ്പൊ ഗുലാബ് ജാമുൻ എന്താ പറയുന്നത്? രസഗുല്ല ബായ് ബിൽക്കുൽ സഹി കർ രഹേ ഹേ. രസഗുല്ല ബായ് പറയുന്നത് കറക്റ്റ് ആണ്. പർ ജീപ് ചട്ടോരി നാ സുനെ മാംഗെ മീഠാ മോർ മീഠാ മീഠാ ഖായ് കെ ലോഗ് ന ഹോവേ ബോർ. അപ്പൊ ഗുലാബ് ജാമുൻ പറഞ്ഞത് എന്താണ്? രസഗുള പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ജീപ് ചട്ടോരി നാ സുനേ, ഗ്രീഡി അയച്ചില്ല നാവ്. അതായത് നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് ഇനിയും ഇനിയും കഴിക്കാൻ തോന്നില്ലേ? നമ്മുടെ നാവിന് ഇനിയും ഇനിയും കൂടുതൽ സ്വീറ്റ്സ് കഴിക്കാൻ തോന്നും. മാങ്കേ മീഠാ മോർ. അപ്പൊ വീണ്ടും വീണ്ടും കഴിക്കും. മീഠാ മീഠാ ഖായ്ക്കേ, നല്ല രുചികരമായിട്ടുള്ള സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ലോഗ് നഹോവേ ബോർ, ആളുകൾ ഒരിക്കലും ബോർ അടിക്കില്ല, അവര് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. गुजिया। कुछ लोगों के शरीर में शक्कर की मात्रा बढ़ रही है. ഇതൊരു വലിയ പ്രശ്നമാണ്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബ്ലഡില് ഷുഗർ കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആളുകളുടെ ശരീരത്തില് കൂടുതൽ കൂടുതൽ സ്വീറ്റ്സ് കഴിച്ചിട്ട് ശക്കർ കി മാത്ര, ഷുഗർ കണ്ടന്റ് ബഡ് റഹി ഹേ, കൂടുതലാവുന്നുണ്ട്. रबड़ी जी, आप सभी ने सुना होगा कि जहां അതി होती है वहां क्षति होती है. റബഡി ജി ഒരു വലിയ കാര്യം പറയാണ്. ആപ് സബീനെ സുനാ ഹോഗ, നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. കി ജഹാം അതി ഹോത്തി ഹേ, എവിടെയാണോ കൂടുതലുള്ളത്, എന്ത് കാര്യവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, വഹാ ക്ഷതി ഹോത്തി ഹേ, അവിടെ അതിനൊരു പ്രശ്നം അല്ലെങ്കിൽ നാശം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും. കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറും. हमारा सेवन करने समय लोग अधिक कर देते हैं और बाद में भुगतते हैं. അപ്പൊ നമ്മളുടെ, അതായത് സ്വീറ്റ്സിന് ആളുകള് കഴിക്കുന്ന സമയത്ത് കൺട്രോൾഡ് ആയിട്ടല്ല കഴിക്കുന്നത്. അതി കർ ദേത്തെ ഹേ, കൂടുതലായിട്ട് കഴിക്കുന്നു. ഓർ ബാദ് മേ ഭുഗത്തെ ഹേ, ഭാവിയില് അതൊരു പ്രശ്നമായിട്ട് മാറും. ലഡ്ഡു ദാദാ, इसके लिए हमें अपने में ശക്കർ കി മാത്ര കം കർണി ചായേ. ഇതൊക്കെ കേട്ടുകൊണ്ട് ലഡു ദാദ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഷുഗർ കണ്ടന്റ് കുറയ്ക്കണം. ഗുലാബ് ജാമുൻ, ഫിർ ഹമേ മിഠായി കോൻ കഹേഗാ. നമ്മള് നമ്മുടെ സ്വീറ്റ്നെസ് കുറച്ചാ പിന്നെ നമ്മളെ ആരെങ്കിലും മിഠായി എന്ന് പറയോ? ഹമേ മിഠായി കോൻ കഹേഗാ, നമ്മളെ ആരും മിഠായി എന്ന് വിളിക്കും നമ്മുടെ സ്വീറ്റ്നെസ് കുറച്ചാൽ എന്നാണ് ഗുലാബ് ജാമുൻ ചോദിക്കുന്നത്. ലഡു ദാദ, ध्यान रखो शक्कर कम होने से ही हमें लोगों के मन में मिठास बढ़ा सकते हैं. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ, ധ്യാൻ രഖോ ശക്കർ കം ഹോനെ സേ ഹി, നമ്മുടെ മധുരം കുറച്ചാൽ മാത്രമേ ഹം ലോഗോं के मन में मिठास बढ़ा सकते हैं, അവരുടെ മനസ്സിൽ സ്വീറ്റ്നെസ് പടർത്താൻ നമ്മൾക്ക് പറ്റൂ. കാരണം സ്വീറ്റ്സ് ഭയങ്കര കൂടുതൽ സ്വീറ്റ്സ് ആണെങ്കിൽ ആളുകൾ അത് കഴിക്കും, അവർക്ക് അസുഖം വരും അല്ലെ. എല്ലാവർക്കും സ്വീറ്റ്സ് കഴിക്കാൻ കൊതി ഉണ്ടാകും, പക്ഷേ ഷുഗർ കണ്ടന്റ് കൂടുവോ എന്ന് പേടിച്ചിട്ട് അവർ കഴിക്കാതിരിക്കും. സ്വീറ്റ്സിൽ തന്നെ ഷുഗർ കുറച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യാം, എന്നാൽ അവർക്ക് അസുഖം വരാനുള്ള ചാൻസും കുറവായിരിക്കും. അതാണ് ലഡ്ഡു ദാദ പറഞ്ഞത്. പേട, शुभ कार्यों में मिठाई बांटने की प्रथा को भला कौन बंद कर सकता है. ശുഭ കാര്യവുമേ, നമുക്ക് എന്ത് ഹാപ്പിനെസ് ഉണ്ടായാലും, ശുഭമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടായാലും മിഠായി ബാട്ട്ന, സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഥ, ഒരു ട്രഡീഷൻ ആണ്. സന്തോഷം ഉണ്ടായാൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ സ്കൂളിലൊക്കെ പോയി സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ, അതുപോലെ എന്ത് നല്ല കാര്യം ചെയ്താലും ആളുകള് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഒരു ട്രഡീഷൻ ആര് സ്റ്റോപ്പ് ചെയ്യാനാണ്? लड्डू दादा, लोगों को भी चाहिए कि वे अपने जीभ पर थोड़ा नियंत्रण रखे. അപ്പൊ ആളുകളും, നമ്മളുടെ സ്വീറ്റ്സ് കുറയ്ക്കാം, പക്ഷെ ആളുകളും എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ സ്വീറ്റ്സ് വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ അവരതിനെ കൺട്രോൾ ചെയ്യണം. നിയന്ത്രൺ രക്കേ. ഹമാര സേവൻ കരേ പർ അതി ന കരേ, സ്വീറ്റ്സ് കഴിക്കണം, പക്ഷെ അതി ന കരേ, കൂടുതൽ കഴിക്കാൻ പാടില്ല. ശാരീരിക് ശ്രം കർത്തേ രഹേ ഓർ സ്വസ്ഥ രഹേ. ശാരീരിക് ശ്രം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക്. സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് വെറുതെ ഇരിക്കാതെ ആളുകള് ശരീരം അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എക്സസൈസ് ഒക്കെ ചെയ്യണം. ഓർ സ്വസ്ഥ രഹേ, ആരോഗ്യത്തോടെ ഇരിക്കണം.
इस निर्णय के साथ सभी को धन्यवाद देते हुए अध्यक्ष लड्डू दादा ने सम्मेलन समाप्ति की घोषणा की. ഈ ഒരു നിർണയത്തോടുകൂടി ഈ ഒരു ഡിസിഷൻ എന്താണ് അവർ തീരുമാനിച്ചത്? സ്വീറ്റിലുള്ള സ്വീറ്റ്നെസ് കുറയ്ക്കണം, അതുപോലെ തന്നെ ആളുകൾ അവർക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുന്ന ആ ഒരു ചിന്തയെ കൺട്രോൾ ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ വർക്കും ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്ത് ആരോഗ്യത്തോടെ ഇരിക്കണം. ഈ തീരുമാനത്തോടു കൂടി സബീകോ ധന്യവാദ് ദേത്തെ ഹുയെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് അധ്യക്ഷ ലഡു പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടുള്ള ലഡു ദാദാനെ സമ്മേളൻ സമാപ്തി മീറ്റിംഗ് എൻഡ് ആയി അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞു എന്ന് ഘോഷണാക്കി അനൗൺസ് ചെയ്തു. മനീഷ് ബാജ്പേയി. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സ്വീറ്റ്സ് ഒക്കെ കഴിക്കാം, അത് നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും കൺട്രോളിൽ മാത്രം, ആവശ്യത്തിലധികം കഴിക്കാതിരിക്കുക. അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും ഒന്നുകൂടി ഒന്ന് നോക്കാം. സമ്മേളൻ, മീറ്റിംഗ്. ഹൽവായി ദുക്കാൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഷോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അധ്യക്ഷ, ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് എ മീറ്റിംഗ്. ശ്രോതാവോ, ശ്രോത എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്. സേവൻ, കൺസെപ്ഷൻ, കഴിക്കുക. ഓക്കെ, സ്വീറ്റ്സ് കഴിക്കുക. റോക്കാ ജാ രഹാ ഹേ, സ്റ്റോപ്പ് ചെയ്യാണ്. അത് കഴിക്കുന്നതിന് ഡോക്ടേഴ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. അതാണ് റോക്കാ ജാ രഹാ ഹേ. മസാക് മത് ഉഡായേ, എന്നെ കളിയാക്കാതിരിക്കൂ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ. സ്വാദ്, ടേസ്റ്റ്. മിഠാസ്, സ്വീറ്റ്നസ്. ഉപേക്ഷ, നെഗ്ലക്ട്, അതിനെ ഉപേക്ഷിക്കുക. ചട്ടോരി എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ജീബ്, നാവിനെയാണ് പറയുന്നത്. ഗ്രീഡി ടൺ. ശക്കർ എന്ന് പറഞ്ഞാൽ ഷുഗർ. മാത്ര, ക്വാണ്ടിറ്റി. ഷുഗറിന്റെ ക്വാണ്ടിറ്റി ശരീരത്തിൽ വളരെയധികം കൂടുന്നു. അതി എന്ന് പറഞ്ഞാൽ എക്സസ്, കൂടുതലാവുക. ക്ഷതി, ലോസ്, നഷ്ടമാവുക, ചീത്തയാവുക. ഭുഗത്തെ, ടു സഫർ, സഫർ ചെയ്യുക. പ്രഥ, ട്രഡീഷൻ. നിയന്ത്രൺ, കൺട്രോൾ. ശാരീരിക് ശ്രം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നിർണയ്, തീരുമാനം, ഡിസിഷൻ. സമാപ്തി, എൻഡ്, അത് കഴിയുക. ഘോഷണ എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ്. ഇനി എക്സസൈസിലെ കുറച്ച് ഭാഗങ്ങൾ ചെയ്ത് നോക്കാം. ബാത്ചീത് കെ ലിയേ ആപ്കോ कौन सी मिठाई सबसे अधिक पसंद है और क्यों? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വീറ്റ്സ് ഏതാണ്, എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഇഷ്ടമുള്ള സ്വീറ്റ്സിനെ പറ്റി എഴുതാം, എന്തുകൊണ്ടാണ് എഴുതുന്നതെന്നും പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. मुझे रसगुल्ला पसंद है क्योंकि वह हल्का और स्वाद में मीठा लगता है. इन्हीं നമുക്ക് मुझे पायसम അല്ലെങ്കിൽ खीर अच्छा लगता है, जलेबी अच्छा लगता है, ലഡ്ഡു अच्छा लगता है അല്ലെങ്കിൽ ചോക്ലേറ്റ് अच्छा लगता है, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. നെക്സ്റ്റ്, आपके घर में मिठाई कब कब बनाई और बांटी जाती है? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴൊക്കെയാണ് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളതും? ഒരു എക്സാമ്പിൾ നോക്കാം. घर में त्योहारों എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ, സെലിബ്രേഷൻസിന്റെ സമയത്ത്, ജന്മദിൻ, ബർത്ത്ഡേ और खास मौकों पर അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷനിൽ മിഠായി ബനായി और बांटी जाती है. घर से विद्यालय तक जाते हुए आपको किन किन वस्तुओं की दुकान मिलती है? നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോകുന്ന വഴിയിൽ ഏതൊക്കെ ഷോപ്സ്, എന്തിന്റെയൊക്കെ ഷോപ്സ് ആണ് നിങ്ങൾ കാണാറ്? ഇത് ഓരോരുത്തർക്കും ആൻസർ വ്യത്യസ്തമായിരിക്കും, കാരണം നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയല്ലേ. അപ്പോൾ ഓർത്ത് എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സബ്ജി की दुकान, किराना दुकान, फल की दुकान और मिठाई की दुकान, അങ്ങനെ പല പല दुकान मिलती है. नेक्स्ट, अगर आप अपनी कक्षा में बाल सभा का आयोजन करते तो किन किन बातों पर
ചർച്ച കർത്തെ. ഇവിടെ സ്വീറ്റ്സ് മീറ്റിംഗ് കൂടി പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ ബാൽസഭ നിങ്ങളുടെ കുട്ടികളുടെ ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും? എന്തൊക്കെ ചർച്ച ചെയ്യും? നിങ്ങളുടെ ആൻസർ സ്വന്തമായിട്ട് തന്നെ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്വച്ഛത, ക്ലീൻലിനെസ്, സ്വാസ്ഥ്യ, ആരോഗ്യത്തിനെ പറ്റി, ഖേൽ, കളികളെ പറ്റി, പഠായി, പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി, ഓർ ഏക് ദൂസരേക്ക് മദദ് പർ ബാത് കർത്തെ, മറ്റുള്ളവരുടെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും. പാഠ് കെ ഭീतर रसगुल्ला बाई के अनुसार मिठाइयों की उपेक्षा का क्या कारण है? മിഠായി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? रसगुल्ला बाई के अनुसार मिठाइयों का ज्यादा मिठास, अधिमिठास എന്നാണ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? अधिमिठास ही उपेक्षा का कारण है. ലഡ്ഡു ദാദാ ने क्या क्या सुझाव दिए? അവസാനം ലഡ്ഡു ദാദ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത്? शक्कर की मात्रा कम करने और लोगों को मिठाई कम खाने का सुझाव दिया. സ്വീറ്റ്സിൽ സ്വീറ്റ്നെസ് കുറയ്ക്കാനും പിന്നെ ആളുകള് കൺട്രോൾ ചെയ്ത് കുറച്ച് മാത്രം സ്വീറ്റ്സ് കഴിക്കുക എന്നുമുള്ള തീരുമാനത്തിലാണ് ലഡ്ഡു ദാദ എത്തിയത്. फिर हमें मिठाई कौन कहेगा? गुलाब जामुन ने ऐसे क्यों कहा? എന്തുകൊണ്ടാണ് ഗുലാബ് ജാമുൻ ഇങ്ങനെ പറഞ്ഞത്? क्योंकि उन्हें लगा कि शक्कर कम होगी तो मिठाई का स्वाद बदल जाएगा. അതായത് സ്വീറ്റ്സിന് സ്വീറ്റ്നെസ് വേണം അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഷുഗർ കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വീറ്റ്നെസ് കുറഞ്ഞു പോകില്ലേ? അതുകൊണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ മിഠായി എന്ന് വിളിക്കോ എന്നാണ് ഗുലാബ് ജാമുന്റെ ഡൗട്ട്. അതുകൊണ്ടാണ് ഗുലാബ് ജാമുൻ അങ്ങനെ ചോദിച്ചത്. इस पाठ में जीभ पर नियंत्रण रखने की बात क्यों कही गई है? എന്തുകൊണ്ടാണ് നമ്മുടെ നാവ് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? क्योंकि मीठा ज्यादा खाने से स्वास्थ्य खराब हो सकता है. സ്വീറ്റ്സ് കൂടുതൽ കഴിച്ചാൽ ശരീരത്തിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാവും. അപ്പോൾ നമ്മൾ ആരോഗ്യം നശിച്ചു പോകും. നല്ല ആരോഗ്യവാന്മാരായിരിക്കാൻ വേണ്ടി നമ്മൾ സ്വീറ്റ്സ് കൺട്രോൾഡ് ആയിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. इस पाठ में मिठाइयों को लड्डू दादा, बर्फी बहन आदि नामों से पुकारा गया है. ഇതില് ലഡ്ഡു, ബർഫി എന്നിവയൊക്കെ ലഡ്ഡു ദാദ, ബർഫി ബഹൻ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? नीचे दिए गए उदाहरण के अनुसार मिठाइयों को अपनी पसंद के नाम देते हुए उनके चित्र भी बनाइए. ഇവിടെ ഗുലാബ് ജാമുൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ഗുലാബ് ജാമുൻ മാമ എന്നും അതിന് പേരിട്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. കാജു കത്ലി, കാജു കത്ലിയുടെ ഒരു ഭംഗിയുള്ള ചിത്രം വരച്ച് അതിനൊരു സ്പെഷ്യൽ നെയിം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം അല്ലെ? കാജു കത്ലി ദീദി, ചേച്ചി. എന്നിട്ട് കാജു കത്ലിയുടെ ഇതുപോലൊരു ഫണ്ണി പിക്ചർ വരയ്ക്കാം. ഇനി ഗുജിയ, മേ ബി ഗുജിയ ബെഹൻ, മൈസൂർ പാക്ക് ബായ് എന്നൊക്കെ പേരുകൾ കൊടുക്കാം. हमारे देश के विभिन्न प्रदेशों में बनाई जाने वाली मिठाइयों के बारे में पता कीजिए और उनके नाम भी लिखिए. നമ്മുടെ രാജ്യത്തുള്ള പല പല സ്റ്റേറ്റ്സിലും പല പല സ്ഥലങ്ങളിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മിഠായി അല്ലെങ്കിൽ സ്വീറ്റ്സിന്റെ പേരുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിവിടെ എഴുതുക. ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രദേശ് ഗോവ, ഗോവയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ബെബിങ്ക. ഒഡീസ ചെനാപോഡ. അതുപോലെ വേറെയും സ്ഥലങ്ങളിലുള്ള സ്പെഷ്യൽ ഡിഷസ് നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. പശ്ചിം ബംഗാളില് രസഗുല്ല, മഹാരാഷ്ട്ര മോദക്, രാജസ്ഥാൻ ഘേവർ, ബീഹാർ ഡെക്കുവ, കേരൾ അടപ്രഥമൻ. ഈ സ്ഥലങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വേറെയും ഫുഡ് ഐറ്റംസ് ഉണ്ടാകും. അതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യാം. പഠിയേ സംജിയേ ഓർ ലിഖിയേ. മീഠ സ്വീറ്റ് ആണ്, മിഠാസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നെസ്. രസഗുല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോ ഇതുപോലെ താഴെ തന്നിരിക്കുന്നതും ഫിൽ ചെയ്യാം. നെക്സ്റ്റ് ഖട്ട. ഖട്ട എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് നമ്മൾ അതിന്റെ ടേസ്റ്റിന് കൊടുക്കുക? ഖട്ടാസ്, ഇമ്ലി, പുളിയാണ് ഖട്ട എന്ന് പറഞ്ഞാൽ. നമക്, നംകീൻ, സേവ്. ഓക്കെ, നമക് എന്ന് പറഞ്ഞാൽ ഉപ്പ്, നംകീൻ എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള ടേസ്റ്റ്. അടുത്തത് കടുവ, കയ്പ്.
കഡ്വാഹട്ട് എന്നാണ് അതിന്റെ ടേസ്റ്റിന് പറയാ. എക്സാമ്പിൾ കരേല, കയ്പ. विभिन्न प्रकार की मिठाइयों बनाने के लिए अनाज, साग भाजी, फल फूल, पत्ते, दलहन, तिलहन और सूखे मेवे आदि का उपयोग होता है. अपने अध्यापक या अभिभावक की सहायता से दी गई तालिका को पूरा कीजिए. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ സ്വീറ്റ്സും ഉണ്ടാക്കാൻ പലതരത്തിലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അനാജ്, ഫൽഫുൽ എന്നൊക്കെ പറഞ്ഞാൽ, അനാജ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ്, ഫൽഫുൽ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, സൂഖേ മേവെ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ്, ദൽഹൻ എന്ന് പറഞ്ഞാൽ പൾസസ്, തിൽഹൻ എന്ന് പറഞ്ഞാൽ ഓയിൽ സീഡ്സ്, സാഗ് ബാജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബർഫി. ബർഫിക്ക് വേണ്ടി ഈ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്വീറ്റ്സോ എടുത്തിട്ട് അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ചോദിച്ചിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ബർഫി. ബർഫിയില് ഗേഹു, ചാവൽ, അരിയോ ഗോതമ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് ബർഫി ഉണ്ടാക്കും. ചിലതിൽ നാരിയൽ, കേസർ ഒക്കെ ഫൽഫൂൽ ഇത് ഉപയോഗിക്കും. അതുപോലെ സൂഖേ മേവെ ഡ്രൈ ഫ്രൂട്ട്സ്, കാജു, ബദാം, പിസ്ത ഒക്കെ പല ബർഫികളിലും ഉപയോഗിക്കാറുണ്ട്. ദൽഹൽ എന്ന് പറഞ്ഞാൽ ചന, മൂങ്, പൾസസ് ആണ്. ചന എന്ന് പറഞ്ഞ കടല, മൂങ് എന്ന് പറഞ്ഞ ചെറുപയർ, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. തിൽഹർ, ഇവിടെ തിൽ എന്ന് പറഞ്ഞാൽ എള്ളാണ്. ഓക്കെ, ലോക്കി, കദ്ദു ഒക്കെ സാഗ് ബാജിയും പല ബർഫിയിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലഡ്ഡു. ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി ബേസൻ ഉപയോഗിക്കും. പിന്നെ കാജു, കിസ്മിസ് ഒക്കെ അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കും. ചന എന്ന് പറഞ്ഞ കടലയാണ്. തിൽ എന്ന് പറഞ്ഞ എള്ള് ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇനി ഖീർ അല്ലെങ്കിൽ പായസം. പായസത്തിൽ അരി ഉപയോഗിക്കും. വേണമെങ്കിൽ നമുക്ക് ഗേഹു എന്നും എഴുതാം. കാരണം ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. ഗോതമ്പ് പായസവും ചിലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇനി ഫൽഫൂൽ, കേസർ, ഇലായച്ചി, ഏലക്കായി, സൂഖേ മേവെ, ബാദാം, കിസ്മിസ് ഒക്കെ ഇടാറുണ്ട്. ഇനി ഇതല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ്, കാജു ഒക്കെ എഴുതാം. ഓക്കെ, മൂങ്, ചന, ചെറുപയർ പായസവും കടല പായസവും ഒക്കെ ആളുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. തിൽഹൽ, വേണമെങ്കിൽ തിൽ ഉപയോഗിക്കാം. പച്ചക്കറി ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പംകിൻ പായസം ആണെങ്കിൽ നമുക്ക് പംകിൻ എന്നും എഴുതാം. मन में लड्डू फूटना का अर्थ है अधिक प्रसन्न होना. जैसे ഇവിടെ ഒരു മുഹാവറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൻമേ ലഡ്ഡു ഫൂട്ന, മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയും. അതിന്റെ അർത്ഥമാണ് അത്യധിക് പ്രസന്ന ഹോന, വളരെയധികം ഹാപ്പിനെസ് വരിക, ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഭയങ്കര സന്തോഷം വരുന്നതിനാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്. जब ज्योति को लाल किला जाने का अवसर मिला तो उसके मन में लड्डू फूटने लगे. ജ്യോതിക്ക് ലാൽ കില പോവാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അവളുടെ മനസ്സിൽ ലഡ്ഡു ഫൂട്നെ ലഗെ, അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷായി. इसी प्रकार फलों, मसालों और साग तरकारियों पर आधारित मुहावरे ढूंढकर लिखिए. കുറേ മുഹാവറേസ് ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മുഹാവറെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ എഴുതി തരുന്നത് വേണം കൃത്യമായിട്ട് പഠിക്കാൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അങ്കൂർ ഖട്ടെ ഹേ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. പുളിക്കുന്ന മുന്തിരി, സോർ ഗ്രേപ്പ് സിൻഡ്രോം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി അതുപോലെ വേറെ കുറച്ചെണ്ണം നോക്കാം. നീം ചടാ കരേല, കരേലെ സി ബി കടുവ, ഹൽദി ലഗേന ഫിറ്റ്കറി, ഊണ്ട് കെ മൂമേ ജീര. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് അങ്കൂർ ഖട്ടെ ഹേ പറഞ്ഞു, ജോ ചീസ് നെഹി മിൽത്തി ഉസേ ബുരാ കഹന. നമുക്ക് കിട്ടാത്ത ഒരു കാര്യം വിചാരിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് അത് ഭയങ്കര മോശമാണെന്ന് പറയുന്ന രീതിയിലാണ് അങ്കൂർ ഖട്ടെ ഹേ എന്ന് പറയാ. പരീക്ഷ മേ പാസ് ന ഹോനെ പർ വഹ് ബോലാ കി പേപ്പർ ബഹുത് ഖരാബ് താ, യേ തോ അങ്കൂർ ഖട്ടെ ഹേ. പരീക്ഷ എഴുതി പാസ്സാവാത്തപ്പോ എന്ത് പറഞ്ഞു? എക്സാം പേപ്പർ ടഫ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പാസ്സായേനെ. അപ്പൊ ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെയാണ്. നീം ചടാ കരേല, പെലെ സെ ബുര ഓർ ബി ജാദ ബുര ഹോന. ഓൾറെഡി മോശമായിട്ടുള്ള ഒരു കാര്യം പിന്നെയും മോശമാകുമ്പോഴാണ് നീം ചടാ കരേല എന്ന് പറയുന്നത്. ഉസ്കാ ഗുസ്സ ഇത്നാ ദാ കി ഉസ് പർ ഡാൻ പഡ്നെ സെ വഹ് നീം ഖടാ കരേല ഹോ ഗയാ.
ഓൾറെഡി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ പിന്നെയും വഴക്ക് പറഞ്ഞപ്പോ ആകെ നീം ചടാ കരയില പോലെയായി. കരേലെ സെ ഭി കടുവ, ബഹുത് കടുവ യാ ബഹുത് ബുര. ഭയങ്കര മോശത്തിനെയാണ് പറയുന്നത് കരേലെ സെ ഭി കടുവ. ഉസ്കെ ബാദ് കരേലെ സെ ഭി കടുവി ലഗേ. അയാൾ പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോ എനിക്ക് കരേലെ സെ ഭി കടുവി ലഗേ, ബഹുത് ബുര ലഗ. ഭയങ്കര വിഷമം തോന്നി, ഭയങ്കര മോശമായി തോന്നി. ഹൽദി ലഗേ ന ഫിറ്റ്കാരി എന്ന് പറഞ്ഞാൽ ബിനാ മേനത് സെ, കാര്യം നമ്മൾ വർക്കൊന്നും ചെയ്യാതെ, നമ്മൾ അധികം ശ്രമിക്കൊന്നും ചെയ്യാതെ കാര്യം നടക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഉസെ ഇനാം മിൽ ഗയാ, ഹൽദി ലഗി ന ഫിറ്റ്കരി. ഊണ്ട് കെ മുഹ് മേ ജീര. ആ, വലിയൊരു ഊണ്ടിന്റെ വായില് ഒരു ജീരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജരൂരത് കെ ഹിസാബ് സെ ബഹുത് കം ചീസ്. നമുക്ക് ആവശ്യത്തില് വളരെ കുറവായിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കും. അതിന്റെ വാക്ക് എങ്ങനെയാണ്? ഇത്നെ ബഡെ പരിവാർ കെ 1 കിലോ ചാവൽ ഊണ്ട് കെ മുഹ് മേ ജീരാ ഹേ. ഇത്രയും വലിയൊരു ഫാമിലിക്ക് വെറും 1 കിലോ അരി എന്ന് പറഞ്ഞാൽ ഊണ്ട് കെ മുഹ് മേ ജീരാ ഹേ, അത്രയും കുറവാണ്, ആവശ്യത്തിലും വളരെ കുറവാണ്. ഇതുപോലെ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരുന്ന മുഹാവരേസ് നന്നായിട്ട് പഠിക്കുക. नीचे दिए गए उदाहरण के अनुसार शब्दों के बहुवचन लिखिए. ഇവിടെ സിംഗുലാർ തന്നിട്ടുണ്ട്, അതിനെ പ്ലൂറൽ ആക്കി മാറ്റണം. മിഠായി മിഠായിയാം, ജലേബി ജലേബിയാം, രസഗുല്ല രസഗുല്ലേ, ഇമ്രത്തി ഇമ്രത്തിയാം, പേട പേടേ. कुछ मिठाइयों के नाम 2 शब्दों के मेल से बनते हैं. 2 വാക്കുകൾ ചേർന്നിട്ടാണ് ചില മിഠായികളുടെ പേരുകൾ വരുന്നത്. यहाँ कुछ नाम दिए गए हैं, इनकी सहायता से मिठाइयों के पूरे नाम लिखिए. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ സ്വീറ്റ്സിന്റെ ഒക്കെ ഫുൾ നെയിം എഴുതണം. രസ് പ്ലസ് മലായി, രസ് മലായി, എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഗുലാബ് പ്ലസ് ഡാഷ്, ജാമുൻ അല്ലെ, ഗുലാബ് പ്ലസ് ജാമുൻ, ഗുലാബ് ജാമുൻ. ഡാഷ് പ്ലസ് ഷാഹി, ബാലു പ്ലസ് ഷാഹി, ബാലു ഷാഹി. മോഹൻ പ്ലസ് ഭോഗ്, മോഹൻ ഭോഗ്. കല പ്ലസ് കന്ത്, കലാകന്ത്. കാജു പ്ലസ് കത്ലി, കാജു കത്ലി. സോൻ പ്ലസ് പാപ്പടി, സോൻ പാപ്പടി. അങ്കൂരി രസ്, അങ്കൂരി രസ്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ട് ജലേബി എന്ന് പറഞ്ഞൊരു സ്മോൾ പോയം ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചന്തു ചാച്ച ബേജ് രഹേ ഹേ ഗരം ഗരം ജിലേബി. ചന്തു ചാച്ച നല്ല ഗരം ഗരം ചൂട് ചൂട് ജിലേബി വിൽക്കുകയാണ്. ഏക് പാവ് 20 में ले लो, മീഠി മസ്ത് ജിലേബി. ഒരു ലോഫിന് 20 രൂപയേ ഉള്ളൂ, നല്ല മധുരമുള്ള ജിലേബി. ടേഡി മേഡി അന്തർ സേ ബാഹർ ഗോൽ ഗോൽ, പുറത്ത് നല്ല റൗണ്ട് ആണ്, ഉള്ളിൽ വളഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ജിലേബി. ഖാओ ഘർ ലേ ജാओ, മീഠെ ഹോ ജായേ ബോൽ. കഴിക്കൂ, വീട്ടിലേക്ക് കൊണ്ടുപോകൂ, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ മധുരമാവട്ടെ. तनु दादी से पूछे इनमें बरता कैसे रस, കടക് കടാഹി മേ ദേഖ്തി ഫിർ ഹോ ജാതി സരസ്. ആദ്യം കടായില് നല്ല ക്രിസ്പ് ആയിട്ടാണ് കാണുക, പിന്നെ അത് ജ്യൂസി ആയിട്ട് മാറും. ചാഷ്നി മേ ഡൂ മൻഭാവത് ഹോ ജാതി. ചാഷ്നി എന്ന് പറഞ്ഞാൽ ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് അതിൻ്റെ അകത്ത് കയറി ജ്യൂസി ആയിട്ട് മാറും. ചന്തു ബാത്തേം ബഹുത് ബനാത്ത, ബിക്തി ജാത്തി ബിക്തി ജാത്തി. ചന്തു ചാച്ചയാണല്ലേ ഈ ജിലേബീസ് വിൽക്കുന്നത്. അയാൾ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നിട്ട് ജിലേബി വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.